ശാശ്വതീകാനന്ദയുടെ സഹായി സാബുവിന്റെ ആദ്യ വെളിപ്പെടുത്തൽ റിപ്പോർട്ടറോട്. ശാശ്വതീകാനന്ദയുടേത് മുങ്ങിമരണം തന്നെയെന്ന് സാബു റിപ്പോർട്ടറോട് പറഞ്ഞു. താൻ നുണപരിശോധനയ്ക്ക് വിധേയനായിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ടില്ലെന്നും സാബു റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി. താൻ എവിടെയും ഒളിച്ചിരുന്നില്ലെന്ന് പറഞ്ഞാണ് മരണസമയത്ത് ആലുവ പുഴക്കരയിലുണ്ടായിരുന്ന സ്വാമി ശാശ്വതീകാനന്ദയുടെ സഹായി സാബു റിപ്പോർട്ടറോട് സംസാരിച്ചു തുടങ്ങിയത്. മരണത്തെക്കുറിച്ച് സാബുവിന്റെ വിശദീകരണം ഇങ്ങനെ: ഉത്തരവെടുത്ത് സ്വാമി ആറ്റിലിറങ്ങി ഒന്ന് മുങ്ങി കയറി വന്ന് സോപ്പ് എൻ്റെ സോപ്പുണ്ടായിരുന്നു. സോപ്പ് തേച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം സ്വാമി മുങ്ങുന്നതിന് കണ്ടതിന് ശേഷം ഞാൻ ഈ സോപ്പ് വെക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയി. അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഒരു സമയം കാണാതിരുന്നപ്പോഴാണ് സ്വാമിജിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആരും കാണുന്നില്ല, സ്വാമിജിയെ കാണാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അലറി വിളിച്ച് കരയുക. അത് മറ്റെന്തെങ്കിലും നടക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണോ? അവിടെ ഒന്നും നടക്കേണ്ട കാര്യം ഒന്നും നടന്നിട്ടില്ലല്ലോ. മൃതശരീരത്തിൽ അമർത്തിയപ്പോൾ പാലാണോ പുറത്തു വന്നത് എന്ന് ചോദിച്ചപ്പോൾ തനിക്കറിയില്ലെന്നായിരുന്നു സാബുവിന്റെ മറുപടി. താൻ നുണപരിശോധനയ്ക്ക് വിധേയനായിട്ടുണ്ട്. സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല. ഈ നോട്ടീസ് വെച്ച് ഞാൻ നുണപരിശോധന നടത്തിയിട്ടുണ്ട്. ഞാൻ ക്രൈംബ്രാഞ്ചിന് സ്വമേധയെ എഴുതി കൊടുത്തയാളാണ്. സുപ്രീം കോടതി കേസ് സംബന്ധമായി ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ശിവഗിരിയിലെ സന്യാസിമാർ പലരും സ്വാമിയുടെ എതിർപക്ഷത്തുള്ളവരായിരുന്നുവെന്നും സാബു പറഞ്ഞു. ഏതന്വേഷണവുമായും താൻ സഹകരിക്കുമെന്നും സാബു വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.